ഇങ്ങനെ യൂട്യൂബർമാർ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇടുന്നത് ശക്തമായ നിയമ നടപടികളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം പോലീസ് ചെയ്തു വരുന്നുണ്ട്. ഇനി ആവർത്തിച്ചാൽ ഇതിലും കഠിനമായ രീതിയിലുള്ള നോൺ ബെയിലബിൾ സെക്ഷൻസ് തന്നെ ഇട്ടിട്ട് നമ്മൾ റിമാൻഡിലോട്ട് കടക്കുന്ന രീതിയിലുള്ള നടപടിയെടുക്കും. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം. എടാ അനക്കൊക്കെ എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞെട്ടി വറച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, യൂട്യൂബേഴ്സിനെയൊക്കെ ഓരോ സൈഡിൽ നിന്ന് പൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇന്നലെ നമ്മുടെ സന്ദീപ് എന്ന് പറയുന്ന ആ ഒരു ബ്രോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബറാണ്, ചാനലിൻ്റെ പേര് റയർ റിലീസ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ സന്ദീപ് ചാനലിലൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളാരും നോക്കിയിട്ട് സന്ദീപ് അതിൽ എന്തൊക്കെയോ സാങ്കല്പിക കഥകളെ കുറിച്ച് പറഞ്ഞതല്ലാതെ ബിഷപ്പിനെ കുറിച്ച് പറയുന്നതായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ഇനി എന്തായാലും അറിയില്ല. എന്തായാലും നമ്മുടെ ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ പരിശോധിച്ചപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ സന്ദീപിന്റെ 2 മൊബൈലും ഒരു ലാപ്ടോപ്പും ഒക്കെ കോടതിയിൽ സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ കേരള പോലീസ് ഉണർന്നിരിക്കുകയാണ്. ഇനി യൂട്യൂബേഴ്സിന്റെ ഒരു വിധത്തിലുള്ള അഴിഞ്ഞാട്ടവും നടക്കില്ല എന്നാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നാക്രമിക്കുന്ന രീതിയിലാകരുത് എന്നാണ് ഇവിടെ ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നതിനോട് 100% യോജിക്കുന്നു. നമ്മൾ ആരും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വരാത്ത കണ്ടന്റുകൾ എടുത്ത് റിയാക്ട് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകൾ എടുത്തിട്ടാണ് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതും ഇനി പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. ബിഷപ്പ് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങൾ കൂടുതൽ യൂട്യൂബേഴ്സിന് ഇതേ ഗതി തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ട്, അതിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. അടുത്തത് നിന്നെയൊക്കെയാണ് പൂട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ കണ്ടു കേട്ടോ. നമ്മളാരും ഈ പറയുന്ന ബിഷപ്പിനെയോ അല്ലെ വേറെ ആൾക്കാരെയോ ഒന്നും അധിക്ഷേപിക്കാനോ ഒന്നും തന്നെ പോയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകൾ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്, അത് മാന്യമായിട്ടുള്ള രീതിയിൽ, അല്ലാതെ നമ്മളാരെയും അധിക്ഷേപിക്കാനൊന്നും പോകാറില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. പക്ഷെ ഈ നീതിയും നിയമമൊക്കെ ആര് പരാതി കൊടുത്താലും അവർക്കെതിരെയൊക്കെ ഉണ്ടാവണം കേട്ടോ. പല ആൾക്കാരും ഇതുപോലുള്ള ചില സൈബർ ആക്രമണങ്ങൾക്കെതിരായിട്ടൊക്കെ പല സൈബർ പോലീസിലും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും നീതി ലഭിച്ചിട്ടില്ല. ഇവിടെ പ്രമുഖരാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ അതിൽ ഉടനടി നടപടിയുണ്ടാവും. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിലെ മുതിർന്ന ഒരു നേതാവാണ്. അവര് ഒരു യൂട്യൂബർക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവരൊരു പ്രമുഖ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതുപോലെ സാധാരണ ആൾക്കാർക്കും ഇതുപോലുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത്, സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരാതി കൊടുക്കുമ്പോൾ നടപടിയൊന്നും എടുക്കുന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പം ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ പോലും ബിഷപ്പ്, അദ്ദേഹം ഒരു പുരോഹിതനാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്കും, അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് ഇപ്പം ഇത്രയും വലിയൊരു നടപടി ഉണ്ടായതെന്നാണ് പറയുന്നത്. കാരണം സന്ദീപിന്റെ വീടെന്ന് പറയുന്നത് മലപ്പുറത്താണ്. അപ്പോൾ അവിടെ പോയിട്ട് പോലീസുകാർ പോയിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് എന്ത് വലിയൊരു കേസായിരിക്കണം. ഇപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇന്നലെ ഒരു ദിവസം ആ ഒരു തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ സന്ദീപ് കിടക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് രാവിലെ സ്റ്റേഷൻ ജാമ്യത്തിൽ സന്ദീപ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ഒരു ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സന്ദീപിന്റെ 2 ഫോണും ഒരു ലാപ്ടോപ്പും നഷ്ടമായിരിക്കുകയാണ്. എന്താ ഇവിടെ പറയേണ്ടത്? എന്താണ്, ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളൊക്കെ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എന്താ പറയുക, വാ അടപ്പിക്കുമെന്നാ പറയുന്നത്. എന്തായാലും ഇതോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു, മാന്യമായിട്ടുള്ള രീതിയിലുള്ള റിയാക്ഷൻ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതും സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകൾ എടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ ആരെയാണ് ഭയക്കുന്നത്?
നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകളാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആരുടെയും വീട്ടിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ പുറകെ പോയി ഒളിക്യാമറ വെച്ചിട്ടോ ഒന്നും എടുത്ത് ചെയ്യുന്ന വീഡിയോസോ കാര്യങ്ങളോ അല്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകൾ അത് എന്താ പറയാ, നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളാണെങ്കിൽ തീർച്ചയായും ഇനിയും അതുപോലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും. അല്ലാതെ ഇവിടെ നമ്മള് വലിയ തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് അടിച്ചു കയറി ചെല്ലുന്ന ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകളാണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇതൊരു മുന്നറിയിപ്പാണ് എല്ലാവർക്കും. അതായത് ഇപ്പൊ ഇവിടെ ചില വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും പല യൂട്യൂബേഴ്സിന്റെയും അവസ്ഥ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് യൂട്യൂബേഴ്സിനെതിരെ പരാതിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഷപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിനി ആരുടെയൊക്കെ പേരിലാണെന്ന് അറിയില്ല. വരും ദിവസങ്ങളിൽ അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ അറിയാം. ബിഷപ്പിനെ അധിക്ഷേപിച്ചവർക്കെതിരെ അതുപോലെ അങ്ങനെയുള്ള കുറേയധികം ആൾക്കാർക്കെതിരെ അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും അറിയില്ല എന്തായിരിക്കും ഇനി സന്ദീപിന്റെ അവസ്ഥ, ഇനി ഏതൊക്കെ യൂട്യൂബേഴ്സിനാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.